ഹായ് ഡിയേഴ്സ്, നമ്മുടെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഈ ചാപ്റ്റർ പല കുട്ടികളും പറയുന്നുണ്ട് സർ കുറച്ച് പ്രയാസമാണ്. പ്രയാസങ്ങളൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ വർഷത്തിലേറെ കുറച്ച് കണ്ടന്റുകൾ കൂട്ടിയിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ അത് സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കും. ഈ ചാപ്റ്ററിന്റെ പകുതി വരെ എന്ത് ചെയ്യും എടുക്കും. നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് പറയും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓണപ്പരീക്ഷ ഈസി ആയിട്ട് വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം, ചാപ്റ്റർ എന്താ? പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസ. എടാ എന്താ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ നിങ്ങൾക്ക് അറിയാം, എലമെന്റ്സ് അങ്ങനെ അടുക്കി വെച്ചതാണ് പീരിയോഡിക് ടേബിൾ. നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. 8th പഠിക്കുന്നുണ്ട്, 9th പഠിക്കുന്നുണ്ട്, 10th ഉണ്ട് അല്ലേ. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലാണ്, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ വർഷം 9th പഠിച്ചതാ മക്കളെ, 9th പഠിച്ചാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സർ. ശരിക്കും ഞാൻ എന്നെ പഠിക്കണത്, എടാ എവിടെയാണ് ഇലക്ട്രോൺ ഉണ്ടാവുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യസിക്കുക എവിടെയാണ്? ആറ്റത്തിലാണ് സർ. അപ്പൊ ആറ്റം എവിടെ ഉള്ളത്? ഓരോ എലമെന്റിൽ എന്തുണ്ട്? ആറ്റം ഉണ്ട് സർ. അപ്പൊ ആറ്റം പറഞ്ഞു കഴിഞ്ഞാല്, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ സർ? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ആറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതൊരു വസ്തു എടുത്തു കഴിഞ്ഞാലും ആ സാധനം എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി ചെറിയ ലോജിക്ക് പറഞ്ഞുതരാം കേട്ടോ. ആ സാധനം പൊടിച്ച് പൊടിയാക്കാം. പൊടിച്ച് പൊടിയാക്കിയാൽ പൊടിയാവൂലേ? പിന്നെ പൊടിയോ ഇല്ല. അതിൽ ഏറ്റവും ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണെന്ത്? ആറ്റങ്ങൾ. അപ്പൊ എല്ലാ വസ്തുക്കളും പൊടിച്ചാൽ പൊടിയാവും. അതിലൊക്കെ എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. അപ്പൊ സയൻസ് പറയണത് എല്ലാ വസ്തുക്കളും എന്തുകൊണ്ടാക്കിയെന്നാണ്? ആറ്റം കൊണ്ട് ഉണ്ടാക്കിയാണെന്നാണ്. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ എലമെന്റ്സ് ഇല്ലേ, എലമെന്റ്സിലൊക്കെ എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. ആ ആറ്റങ്ങളുടെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്? ഇലക്ട്രോൺ. സർ ഒന്ന് പറഞ്ഞേരി എങ്ങനെയൊക്കെ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആറ്റത്തിന്റെ മധ്യഭാഗത്ത് സെന്റർ എന്ത് വിളിക്കുമ്പോള്? ന്യൂക്ലിയസ് ഉണ്ട്. എന്തുണ്ട്? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ക്ലിയർ ആണല്ലോ? കാണുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസുകൾ ഉണ്ട്. ആ ഇലക്ട്രോൺസുകൾ കറങ്ങുന്ന പാത, അതാണ് ഈ പാത. ഈ വേക്ക് വിളിക്കുന്ന പേരാണ് എന്താ? ഷെല്ല്. എന്താണ്? ഷെല്ല്. ഓർമ്മയുണ്ടോ മകൾക്ക്? ഓക്കെ ആണോ? ക്ലിയർ ആവുണ്ടോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. അതിന്റെ ഫുൾ എന്തുണ്ട്? ഷെല്ലുകൾ ഉണ്ട്. ആ ഷെല്ലിലൊക്കെ ആരുണ്ട്? ആ സർ, ഷെല്ലൊക്കെ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഷെല്ല് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ കറങ്ങുന്ന പാതയ്ക്ക് വിളിക്കുന്ന പേരാ സർ. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണോടെ അത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതെന്താ? ഷെല്ല് പറഞ്ഞത് ഇലക്ട്രോൺസ് കറങ്ങുന്ന പാതയ്ക്ക് വിളിക്കുന്ന പേരാണ്. ഓക്കെ സർ, ഒക്കെ അറിയുന്നതാണ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺസ് അല്ലെ, ഇലക്ട്രോൺസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോൺസ് ഓരോ ആറ്റത്തിലും അവർ ഇഷ്ടം പോലെ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. ഓരോ ഷെല്ലിലും ബസ്സിൽ ആളെ കയറുന്ന പോലെ. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കയറി നിൽക്കില്ലേ, ഒരു ബസ്സിൽ എത്ര ആളും കയറ്റും. അതേപോലെ ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോൺസിനെ ഇങ്ങനെ കയറ്റുവോ? ഇല്ല. അത് നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ് ഇല്ലേ. അത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് മക്കളെ. സിമ്പിൾ ആണ്. അതായത് നോയിക്കോളൂ, ഒരു ന്യൂക്ലിയസ്, ഒരു ആര്യത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഷെല്ലുകൾ ഉണ്ട്. 1 2 3 ഇല്ലേ. അല്ല, നമ്മൾ ഒന്നാമത്തെ ഷെല്ല് നമ്മൾ വിളിച്ചിരുന്നു കഴിഞ്ഞ വർഷം. കെ ഷെല്ലാണ്. 2 എൽ ആണ്. 3 എം ആണ്. ഒന്നുമില്ല. ഫസ്റ്റ് ഷെല്ലിന് വിളിച്ചു കെ, പിന്നെ എൽ, പിന്നെ എം, പിന്നെ ഒരു ഷെല്ലും കൂടി ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും നമ്മള്? പിന്നെ ഒരു ഷെല്ലും കൂടി എന്ത് വിളിക്കും? അടുത്തൊരു ഷെല്ലും കൂടി ഉണ്ടെങ്കിൽ എൻ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞു കേശല്ലേ, ഒന്നാമത്തെ ഷെല്ലല്ലേ. അപ്പൊ കെ ഷെല്ല് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞു. എൽ അല്ലേ പിന്നെ ഉള്ളത്? എൽ ഷെല്ല് ഈക്വൽ ടു 2. അപ്പൊ പിന്നെ എം അല്ലേ? എം ഈക്വൽ ടു 3. അപ്പൊ പിന്നെ എൻ അല്ലേ? എൻ ഈക്വൽ ടു 4. ഇത്രേ ഉള്ളൂ. അതായത് മക്കളെ, ഓരോ ഷെല്ലും പേര് വിളിച്ചു. ഇത് ഒന്നാമത്തെ ഷെല്ലാണ്, ഇത് രണ്ടാമത്തെ ഷെല്ലാണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. കെ എൽ എം എൻ. അത്രേ ഉള്ളൂ. ഷെല്ലുകൾക്ക് പേരിട്ടില്ലേ? പേരിട്ടു കെ എൽ എം എൻ. അല്ലെങ്കിൽ എന്ത് പറയാം? 1 2 3 4. അത് പറഞ്ഞാലും കെ എന്ന് പറഞ്ഞാല് 1 ആണ്. സെറ്റ് ആണല്ലോ? ഓക്കെ സർ, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോയിക്കോളൂ, ഞാനിവിടെ ചെറുതായിട്ട് ആറ്റം വരക്കുന്നുണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, ഷെല്ലുകൾ ഇങ്ങനെ ഉണ്ട്
അല്ലേ? ഷെല്ലുകൾ ഇങ്ങനെ ഉണ്ട്, നോക്കിക്കോളൂ. ഓക്കെ സാർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സാറ് ഒന്നാമത്തെ ഷെല്ല് അല്ലേ, കെ സീക്വൽ ടു എൻ സീക്വൽ ടു 1. ശ്രദ്ധിച്ചോളൂ, ഈ പോയിന്റ് ശ്രദ്ധിച്ചോളൂ, പറഞ്ഞ് ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ഷെൽ എന്താണ്? കെ ഷെൽ അല്ലേ? അപ്പൊ ഈ ഷെല്ലിനെ നമ്മൾ ഷെൽ നമ്പർ നമ്മൾ വിളിക്കും എന്ന് വിളിക്കും. ഷെൽ നമ്പർ നമ്മൾ വിളിക്കും എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സർ എൻ സീക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെ ഷെല്ലാണ് അല്ലേ? കാണുന്നില്ലേ? ഓക്കെ സർ, എൻ സീക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? എന്താണിടാ? കെ കണ്ട് എല്ലാണ്. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ സാർ ഞങ്ങൾക്കറിയാം എൻ സീക്വൽ ടു 3 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കെ എൽ എം ആണ്. അങ്ങനെയാണെങ്കിൽ എൻ സീക്വൽ ടു 4 ആണെങ്കിൽ അതെന്താണ്? എൻ ആണ്. ഇത് മക്കൾക്ക് ക്ലിയർ ആണോ? ക്ലാരിറ്റി ഇല്ലടാ, ക്ലാരിറ്റി ഇല്ലേ? സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, കിട്ടി സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഷെല്ല് സർ ഇലക്ട്രോൺസ് കുറേ പോകോ? ഇല്ല, ഓരോ ഷെല്ലും ഇലക്ട്രോണുകൾ അങ്ങനെ അധികം പോകൂല. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നില്ല? അങ്ങനെ അധികം പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ സർ ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോൺസ് വരെ പോകും? അതൊന്ന് പറഞ്ഞേരി അല്ലേ? ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോൺസ് വരെ പോകും? അത് സിമ്പിൾ ആണ്. എടാ എൻ സീക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതാ? കെ ഷെല്ലല്ലേ? ആണ് സർ, കെ ഷെല്ലാണ്. ആ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോകും? നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച ബേസിക് ആണ് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോകും അറിയാൻ 2n² കണ്ടാൽ മതി. സർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ n പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഷെല്ലാണ്. അപ്പോ കെ ഷെല്ലർ ഒന്നാമത്തെ ഷെല്ലല്ലേ? അപ്പൊ എന്നോട് കൊടുക്കുക 1 കൊടുക്കുക. അപ്പൊ 2 × 1². 1ന്റെ സ്ക്വയർ 1 തന്നെ. അപ്പൊ 2 × 1 എത്രടാ? 2. ആ സർ മനസ്സിലായി. അപ്പൊ കെ ഷെല്ലിൽ സാർ ഞങ്ങൾക്ക് മനസ്സിലായി കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് പോകും? 2 ഇലക്ട്രോൺസ് പോകും. കെ ഷെല്ലിന്റെ നമ്പർ ആണെന്ത്? 1. സെറ്റ് ആണോ? മകൾക്ക് സെറ്റ് ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോയിക്കോളൂ മക്കളെ, നോയിക്കോളൂ. അപ്പൊ സർ എൻ സീക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ കെ കഴിഞ്ഞിട്ട് എൽ അല്ലേ? എല്ലാണ്. അങ്ങനെയാണെങ്കിൽ അതും 2n² എന്ന് തന്നെയാണ്. അപ്പൊ 2 × n ഇവിടെ 2 ആണ് സർ. അപ്പൊ 2ന്റെ സ്ക്വയർ എടുക്കണ്ടേ? എടുക്കണം അല്ലേ? എടുക്കണം. അങ്ങനെയാണെങ്കിൽ സർ എങ്ങനെ കാണാ? 2 × 2ന്റെ സ്ക്വയർ 2 × 2 4 ആണ്. അപ്പൊ എത്ര കിട്ടും? 2 × 4 8 അല്ലേ? 8 ആണ്. സർ അത് മനസ്സിലായി. 8 ഇലക്ട്രോൺസ് വരെ പോകും കെ എൽ ഷെല്ലില്. അത് രണ്ടാമത്തെ ഷെല്ലാണ് സർ. ഇത്രേ ഉള്ളൂ. അപ്പൊ കെ ഷെല്ലിൽ ആകെ തന്നെ പോകുള്ളൂ 2 ഇലക്ട്രോൺസേ മാക്സിമം പോകുള്ളൂ. സർ മനസ്സിലാകുന്നുണ്ട്? സെറ്റാണ്, ഞങ്ങൾക്ക് സെറ്റാണ്, ക്ലിയർ ആണ് മക്കളെ. ഞാൻ ലൈറ്റ് ഒന്ന് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ സർ, ഞങ്ങൾക്ക് ഓക്കെ ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് പറയട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ എൻ സീക്വൽ ടു 3 ആണ് മൂന്നാമത്തെ ഷെല്ല്. n പറഞ്ഞ എന്താണ്? നമ്പർ ഓഫ് ഷെല്ല്. നമ്മൾ വേറെ പേരൊക്കെ കൂടി കുറെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പേരൊക്കെ കേട്ടോ. n സീക്വൽ ടു 3. അപ്പൊ കെ എൽ എം ആണ്. എമ്മില് സർ 2n² എന്നല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ 2 × n വില എന്താണ് ഇവിടെ? 3 ആണ്. അപ്പൊ 3² ആണ് സർ. അങ്ങനെയാണെങ്കിൽ 2 × 3ന്റെ സ്ക്വയർ 3 × 3 എത്രടാ? 3 × 3 9 ആണ്. അപ്പൊ സർ 2 × 9 18 അല്ലേ? 18 ആണ്. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് മനസ്സിലായി 18 ഇലക്ട്രോൺസ് എവിടെ പോകും? എം ഷെല്ലിൽ പോകും. അത് മൂന്നാമത്തെ ഷെല്ലാണ്. സർ ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കോമഡി ലാസ്റ്റ് നോക്കിക്കോളൂ. വളരെ ലാസ്റ്റ് കഴിഞ്ഞു. n സീക്വൽ ടു 4 ആണെങ്കിൽ n അല്ല സർ? ആണ്, n തന്നെയാണ്. അല്ലെങ്കിൽ അതും 2n² അല്ലേ ഇക്വേഷൻ? അതും ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 4². അപ്പൊ സർ 2 × 4ന്റെ സ്ക്വയർ 4 × 4 16 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 × 16 32 അല്ല സർ? ആണ്, 32 ആണ്. സിമ്പിൾ മക്കളെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഓരോന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. KLMN ഇവിടെ എം ആട്ടോ. എം
ഓക്കെ അല്ലേ? സെറ്റാണല്ലോ മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർ എൻ ഷെല്ലില് എൻ ഷെല്ലില് 4ാമത്തെ ഷെല്ലാണ്. എത്ര ഇലക്ട്രോൺസ് പോകും? 32 ഇലക്ട്രോൺസ് പോകും. 32 ഇലക്ട്രോൺസ് പോകും. കഴിഞ്ഞു. ഇത് നമ്മൾ എന്തോ ഒരു പേരൊക്കെ വിളിക്കും, ലാസ്റ്റ് പറയാം കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാർ നോയിക്കോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇത്രേ ഉള്ളൂ. ഞാനിവിടെ ഒന്ന് മായ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കട്ടോ. ഞങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് മായ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്ക. സർ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായത്? മനസ്സിലായ കാര്യം എത്ര ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എത്ര ഉള്ളൂ. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാ? 2 ഇലക്ട്രോൺസ്. എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസുകൾ പോകും. ഇതെല്ലാം ഞങ്ങൾ പഠിക്കേണ്ടത് ആണ്. അപ്പൊ സർ ഇതാണ് പഠിക്കേണ്ടത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ റെഡിയാണോ? സർ മനസ്സിലായി, ഇത്രയും കാര്യങ്ങൾ റെഡിയാണ്. അപ്പൊ കെ ഷെല്ലില് 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് വരെ പോകും. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ സർ ഫസ്റ്റ് ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് എന്ന് അറിയാം? കെയിലാണ്, എല്ലിലാണ്, എമ്മിലാണോ, എന്നിലാണോ? അത് മനസ്സിലായി. ഈ ഓർഡർ തന്നെയാണ് എനർജി ഓർഡർ, ഊർജ്ജക്രമം തന്നെയാണ്. ഫസ്റ്റ് കെയിലാണെന്ന് അറിയാം. ഏറ്റവും എനർജി കുറവാർക്കാ? കെ ഷെല്ലിലാണ്. അതെന്തുകൊണ്ട് സർ? പിന്നെ എൽ, പിന്നെ എം, പിന്നെ അപ്പൊ ഏറ്റവും എനർജി കൂടുതൽ ആർക്കാ? എനർജി ഏറ്റവും കൂടുതൽ എന്നിനാണ്. ഓക്കെ ആണോ? ഓക്കെ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ എന്തുകൊണ്ട് എനർജി കുറവില്ലാതെ ഫസ്റ്റ് ഇലക്ട്രോൺസ് പോണത്? ഞാൻ ഫുഡ് കഴിച്ചിട്ട് 2 ദിവസമായി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഇപ്പൊ നേരത്തെ കുറച്ച് മുന്നേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അവർ ഫുഡും കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ആർക്ക് ഫുഡ് തരിക? എനിക്ക് തരും. കാര്യം എനിക്ക് എനർജി കുറവാ. അതേപോലെ കേക്ക് ഇലക്ട്രോൺ, കേനത്തെ കാരണം എനർജി കുറവാണ്. അപ്പൊ ഫസ്റ്റ് ഇലക്ട്രോൺ ആര് കൊടുക്കും? കേക്ക് കൊടുക്കും. കേനെ സ്റ്റേബിൾ ആക്കണം. സെറ്റാണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ സർ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ എനർജി ഓർഡറും ഇത് തന്നെയാണ്. കെ കഴിഞ്ഞിട്ട് എല്ലിന് അറിയും, എല്ല് കഴിഞ്ഞിട്ട് എം അറിയും, എം കഴിഞ്ഞിട്ടാണ് എന്നിന് അറിയുള്ളൂ. അപ്പോ ഒരു ആറ്റത്തിൽ കെ അറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? എല്ലിലേക്ക് പോവുക, പിന്നെയാണ് എന്ത് ചെയ്യുക? എമ്മിലേക്ക് പോവുക. സർ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അടുത്ത് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാനില്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് അടുത്ത വർഷം, കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ പഠിച്ചു വന്നത്. പക്ഷേ നമുക്ക് ഈ വർഷം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, സബ് ഷെല്ല പഠിക്കാൻ നമുക്ക് വല്ല പറയാം. അതിന്റെ മുന്നേ നമുക്ക് ഈ വർഷം 30 ഇലക്ട്രോൺസിനെ കുറിച്ച് 30 എലമെന്റ്സ് കാണാണ്ട് അറിയണം. എത്ര എലമെന്റ്സ് കാണാണ്ട് അറിയണം? 30 എലമെന്റ്സ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കാണാണ്ട് അറിയണം. മനസ്സിലാവുണ്ടല്ലോ? 30 എലമെന്റ്സ് എന്ത് ചെയ്യണം? കാണാണ്ട് അറിയണം. സർ 13 എലമെന്റ്സ് എങ്ങനെ കാണാതെ പഠിക്കാം? വളരെ സിമ്പിൾ. കോഡ് ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഒരു കുട്ടി അമ്മയ്ക്ക് ചാറ്റ് ചെയ്യാണ്, ഹായ്. എന്താണ്? ഹായ്. പിന്നെ എന്താ പറയാ? ഒരു കുട്ടി വാട്സപ്പിലാണ് ചാറ്റ് ചെയ്യണത്. അവൾ അമ്മക്ക് ചാറ്റ് ചെയ്യാണ്, അമ്മ കുട്ടിക്ക് ചാറ്റ് ചെയ്യാണ്. എന്താണ്? അമ്മ ഇങ്ങോട്ടോ ടൂർ പോയിട്ടുണ്ട്. വീട്ടിൽ 3 കുട്ടികളാ. വലിയ കുട്ടിന്റെ പേര് ലിബിയാണ്. അപ്പൊ ലിബിനോട് പറയാണ് വാട്സപ്പില്, ഹായ് ഹലോ ലിബി. ഹായ് ഹലോ ലിബി. ലിബിനോട് ചോദിച്ചു, യു ബിസി ആണോ? ബിസി. അപ്പൊ ലിബി പറഞ്ഞു, ഇല്ല അമ്മേ, ഞാൻ ബിസി അല്ല, നോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നീ എടാ സോമൻ എന്ന് പറയാനല്ല കാരണം ഇത് സോഡിയ, ഇത് മഗ്നീഷ്യ. അപ്പൊ സോമൻ മഗ്നീഷ്യം. സോമന് അലൂമിനിയം സിലിക്കൺ പാത്രത്തിൽ സ്പൂൺ ഇട്ട് കൊടുക്കണം. സോമൻ ചെറിയ കുട്ടിയാ. അലുമിനിയം സിലിക്കൺ പാത്രത്തിൽ സ്പൂൺ ഇട്ട് കൊടുക്കണം. പക്ഷേ ക്ലാര കുറച്ച് വലിയ കുട്ടിയാണ്. ക്ലാരക്ക് എന്ത് ചെയ്യണം? ക്ലാരക്ക് പൊട്ടാസ്യം പൊട്ടാതെ കൊടുക്കണം. സിമ്പിൾ ആണോ? ഹായ് ഹലോ ലിബി, ബിസി നോ, ഫുഡ് നീ, സോമന് അലുമിനിയം സിലിക്കൺ പാത്രത്തിൽ സ്പൂൺ ഇട്ട് കൊടുക്കണം, ക്ലാരക്ക് പൊട്ടാതെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നോക്കിക്കൊള്ളടാ, ഇത് എത്ര ആയി നോക്കിക്കൊള്ളോ? 1 2 3 4 അറ്റോമിക് നമ്പർ ആട്ടോ. 6 7 8 9 10 11 12 13
14, 15, 16, 17, 18, 19, 20. 20 ആയില്ലേ? 20 ആയോ? 21 ആയി. ഇനി എത്രയും കൂടി ഉള്ളൂ? 10 കൂടി ഉള്ളൂ. നോക്കിക്കോളൂ, നമ്മളെ മായാവി ലുട്ടാപ്പിയൊക്കെ ഇല്ലായിരുന്നോ? ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആരും വായിച്ചിട്ടുണ്ട്. മായാവി ലുട്ടാപ്പി കണ്ടോ? അതിൽ ഇത് വിക്രം പറഞ്ഞ കഥാപാത്രം ഉണ്ട്. ആ വിക്രമന്റെ കയ്യിൽ എന്തുണ്ടെന്നോ? സ്കൂട്ടി. എന്തുണ്ട്? സ്കൂട്ടി വിക്രമൻ. സ്കൂട്ടി വിക്രമൻ. ഫിക്കോ നിക്കൂസൻ. സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൻ. അല്ലെങ്കിൽ വേറൊരു കോഡും കൂടി ഉണ്ട്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീ കൊടുക്കാൻ നിൽക്കുമ്പോൾ സീനായി. അങ്ങനെയും പഠിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 21 തുടങ്ങി കഴിഞ്ഞാൽ 22 മുതൽ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 30 വരെ എത്തും. 23, 24, 25, 26, 27, 28, 29, 30. ചെറുത് ഞങ്ങൾ പഠിക്കണത് എടാ ചിലപ്പോ നമുക്ക് അറ്റോമിക് നമ്പർ തന്നിട്ടില്ലെങ്കിൽ കാണാണ്ട് അറിയണം. അതിന് ട്രിക്ക് വെച്ച് മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായി വിചാരിച്ചോളൂ. നമ്മൾക്ക് ഈ വർഷം എത്ര ടഫായി കഴിഞ്ഞാലും കെമിസ്ട്രിയിൽ A+ വേണ്ടേ? വേണം. അതിന് ഇതൊക്കെ പഠിച്ചു വെക്കുക. സിമ്പിൾ അല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കും. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, എൻ്റെ മക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നു. ഷെല്ല് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഷെല്ലാടാ? കെ സർ എനിക്കറിയാം, എൽ, പിന്നെ എം, എൻ. n=1 ആണ് സർ കെ ഷെല്ല്. n=2 ആണ് സർ എൽ ഷെല്ല്. n=3 ആണ് സർ എം ഷെല്ല്. n=4 ആണ് സർ എൻ ഷെല്ല്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വരെ പോകും? അതും കൂടി പറഞ്ഞോളൂ. 2, 8 എത്രടാ? 2, 8, 18 അല്ലേ? പിന്നെ എത്രയാണ്? 32. 2, 8, 18, 32. സർ എനർജി ഓർഡർ എങ്ങനെയാണ്? അതും ഇങ്ങനെ തന്നെയാണ്. കെ എൽ എം എൻ. ഓർഡർ ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും കുറവാർക്ക കേക്കാണ്, ഏറ്റവും കൂടുതൽ ആർക്ക എന്നിനാണ്. സർ മനസ്സിലായി, ഞാൻ കോക്കയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി കുറച്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ അല്ലേ? നോക്കിക്കോളൂ, എങ്ങനെയാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? അതിന്റെ അർത്ഥം ഒരു ഇലക്ട്രോൺസ്, ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ അറിയില്ല ഓരോ ഷെല്ലിലും. അതെങ്ങനെയാണ് സർ മനസ്സിലായില്ല? അതായതടാ, ഇപ്പൊ ഞാൻ എന്തെടുത്തു? സോഡിയം എടുത്തു. സോഡിയം 11. കഴിഞ്ഞ വർഷം പഠിച്ചാണ്, ഈ വർഷം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലായാലും എന്തെങ്കിലും എടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സോഡിയം 11. അപ്പൊ നമുക്കറിയാം കെ ഷെല്ലിൽ 2 എല്ലില് 8 എമ്മില് 18 എന്നില് 32 അറിയാം. അങ്ങനെയാണെങ്കിൽ n=11 എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണെന്ത്? ഇലക്ട്രോൺസിന്റെ എണ്ണം. അപ്പൊ ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? സോഡിയത്തില് 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ സർ അതെങ്ങനെ എഴുതുക? ഇലക്ട്രോണിക് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക? എടാ ഫസ്റ്റ് കേലെന്ന് അറിയാം. കേൽ എത്ര പോകും? മാക്സിമം 2 11 അപ്പൊ 2, 2 കഴിഞ്ഞു. പിന്നെ എത്ര ബാക്കിയുണ്ട്? 11 പോയി 10, ബാക്കി 8 ഇല്ലേ? ആ സർ 8 ആണ്. അപ്പൊ അടുത്ത് കെ ഫുള്ളായി കഴിഞ്ഞാൽ നേരെ അടുത്ത ഷെല്ലിക്ക് പോകും. l=8 ആണ് ഇല്ലേ? രണ്ടാമത്തെ ഷെല്ലല്ലേ? എത്ര പോകും? 8 പോകും. 8, 9, 10 ആയിട്ടുള്ളൂ. പിന്നെ ഇത് ഫുള്ളായി. പിന്നെ അടുത്തേക്ക് പോകും, എമ്മിക്ക് പോകും. എടാ എമ്മിൽ 18 വരെ പോകും. പക്ഷെ 1 പോയിക്കൂടെ? ആ 1 പോകാം. അപ്പൊ 2, 8, 1. ഇതാണ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ സർ എങ്ങനെ വരാം? ഒന്നാമത്തെ ഷെല്ലില് 2, അടുത്ത ഷെല്ലോ 8 പോകും. 8 അങ്ങനെ പോകും. 1, 2, 3, 4, 5, 6, 7, 8. പിന്നത്തെ ഷെല്ലിലോ എത്ര പോകുള്ളൂ? 1 പോകുള്ളൂ. ആ സർ മനസ്സിലായി. ആ സംഭവം ഇവിടെ കാണിച്ചു എന്നുള്ളൂ. സെറ്റാണോ? നിങ്ങൾക്ക് സെറ്റാണോ? ഓക്കെ സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു. ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. ക്ലോറിൻ 17. ക്ലോറിൻ എത്രയാണ്? 17. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ നോക്കിക്കോളൂ, 2, 8 അല്ലേ? 2, 8, 10 ആയില്ലേ? ഇത്ര ബാക്കിയുണ്ട്? 7 ബാക്കിയുണ്ട്. അപ്പൊ 2, 8, 7. കാരണം 18 വരെ പോകും. 7 വൈക്കൂടെ? അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ പഠിച്ചു വന്നപ്പോ നിങ്ങൾ പൊട്ടാസ്യം എഴുതി. പൊട്ടാസ്യം 19. എങ്ങനെ എഴുതി? 2, 8. 2, 8, 10. പിന്നെ അതല്ലേ 9 ഇട്ടൂടെ? കാരണം 18 വരെ പോകൂലേ? ആ സർ 18 വരെ പോകും. പക്ഷെ 2, 8, 9 അല്ല. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാവും. ഇത് പൊട്ടത്തെറ്റാണ് സർ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്താ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുന്നോ? മക്കളെ പൊട്ടാസ്യം അങ്ങനെ നിങ്ങൾ എഴുതരുത്. നിങ്ങൾ ഇങ്ങനെ എഴുതണം. 2, 8,
1. സർ ഇവിടെ 9 ഉള്ളത് ഇവിടെ 8 ഇട്ടു, പിന്നെ ഒന്നുകൂടെ ഏറെ ഇട്ടു. അപ്പൊ സർ ഇത് കറക്റ്റ് ഓർഡർ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ടീച്ചർ എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും മക്കളെ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നല്ലോ 90, 20 വരെ പഠിച്ചിട്ടുള്ളൂ. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും മക്കളെ, ഓരോ ഷെല്ലിലും 8 ഇലക്ട്രോൺസ് ഫില്ലായി കഴിഞ്ഞാലാണ് അവിടെ എന്ത് സംഭവിക്കുള്ളൂ, അതിന് സ്റ്റേബിൾ ഉണ്ടാവുള്ളൂ, സ്ഥിരത കൈവരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് കറക്റ്റ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് അടുത്ത വർഷം പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് എന്തുകൊണ്ടാണ്, ഇതാണ് നല്ല ശരി, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. അപ്പോ KLMലാണ് ഈ പ്രശ്നം വന്നത് അല്ലേ. M എത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോ ഈ ഇലക്ട്രോൺസ് എന്താ M 18 വരെ പോലെ, പിന്നെ എങ്ങനെ ആയത്? ഇതാണ് നമ്മുടെയും ചോദ്യം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയി, എന്തുകൊണ്ട് ഇങ്ങനെയായി? അപ്പോ പൊട്ടാസ്യത്തിന്റെ കേസിൽ സയന്റിസ്റ്റുകൾ ഇങ്ങനെ നോക്കിയപ്പോ, പൊട്ടാസ്യത്തിന്റെ കേസിൽ നോക്കി 2, 8, 8, 1. അപ്പൊ പൊട്ടാസ്യത്തിന്റെ കേസിൽ സയന്റിസ്റ്റുകൾ ഇങ്ങനെ സ്റ്റഡി നടത്തിയപ്പോ അവർക്ക് മനസ്സിലായി പൊട്ടാസ്യത്തിന്റെ കേസിൽ എന്താണ് 2, 8, 8, 1 ആണ് ഓർബിറ്റിൽ ഇങ്ങനെ ഷെല്ലിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി ഷെല്ലുകൾക്കുള്ളിൽ ഉള്ളറകളുണ്ട്. ഷെല്ലുകൾക്കുള്ളിൽ എന്തുണ്ട്? വീണ്ടും ഉള്ളറകളുണ്ട്, സബ് ഷെല്ലുകളുണ്ട്. എടാ ഇപ്പൊ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എന്തുണ്ട്? 10th A, 10th B, ഇങ്ങനെ ഇല്ലേ? അതേപോലെ കെ ഷെല്ലാണ് തന്നെ, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? സബ് ഡിവിഷൻസുകൾ ഉണ്ട്. കെ ഷെല്ലിന് എന്തുണ്ട്? ഉള്ളിൽ വേറെ ഉണ്ട്. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന്റെ കേസ് ഇങ്ങനെ വരാനുള്ള കാരണം. അപ്പൊ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? സബ് ഷെല്ല് തെരഞ്ഞു പോലെ തുടങ്ങി. എവിടെയൊക്കെയാണ് സബ് ഷെല്ലുകൾ ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് എന്തുണ്ടാകുന്നത്? സബ് ഷെല്ലുകൾ ഉണ്ടാകുന്നത്. എന്ത് ചെയ്തു? അവർ നോക്കാൻ തുടങ്ങി എവിടെയൊക്കെയാണ് സബ് ഷെൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോ എന്തുകൊണ്ടാണ് സബ് ഷെല്ല് കുറിച്ച് എന്ത് ചെയ്തു? സയന്റിസ്റ്റുകൾ ഇങ്ങനെ പഠനം നടത്തി. പഠനം നടത്തി. അപ്പൊ അവർ മനസ്സിലാക്കി ഓരോ ഷെല്ലുകൾക്കുള്ളിലും എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ ശ്രദ്ധിക്കാം, എന്താണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്? സബ് ഷെല്ലുകളെ കുറിച്ചാണ്. അപ്പൊ അവർ കണ്ടെത്തി n=1 ആണെങ്കിൽ അത് ഏതാ ഷെല്ല്? നമുക്കറിയാം കെ ഷെല്ലാണ്. അപ്പോ ആ കെ ഷെല്ല് ഒന്നാമത്തെ ഷെല്ലല്ലേ? കെ ഷെല്ലിന് ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് ഒരു സബ് ഷെല്ലുള്ളൂ. ആ സബ് ഷെല്ലിന്റെ പേരാണ് എസ്. എന്താണ് ആ സബ് ഷെല്ലിന്റെ പേരാണ്? എന്ത്? എസ്. ഓക്കെ സർ, മനസ്സിലായി. അപ്പൊ n=2 ആണെങ്കിൽ രണ്ടാമത്തെ സബ് ഷെൽ അല്ലേ? ഏതാണ് സർ? എല്ലാണ്. അതിന് രണ്ടാമത്തെ ഷെല്ലായത് കൊണ്ട് തന്നെ ആ ഷെല്ലിന്റെ ഉള്ളിൽ ഉള്ളറകളുണ്ട്, സബ് ഡിവിഷൻ ഉണ്ട്, സബ് ഷെൽ ഉണ്ട്. അതാണ് എസ് ഉണ്ട്. 2 ഉണ്ടാവും. എസ് ഉണ്ട്, പി ഉണ്ട്. മനസ്സിലാക്കുക, എസ് ഉണ്ട്, പി ഉണ്ട്. സർ ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ n=3 ആയപ്പോ M ആണ്. അതുകൊണ്ട് അതിന് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. സബ് ഷെല്ലുകൾ ഇതൊക്കെ നമ്മൾ 10A, 10B, 10C പറഞ്ഞില്ലേ? അതേപോലെ എസ് ഉണ്ട്, സബ് ഷെല്ലുകൾ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. നമ്മൾ KLM കൊടുത്തില്ലേ? അത് ഷെല്ലാണ്. ഷെല്ലുകൾക്ക് ഉള്ളിൽ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിന്റെ പേരാണ് SPDF. ക്ലിയർ ആണോ? ആ സർ മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n=4 ആയപ്പോ എന്താണ്? n ആണ്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഷെല്ലല്ലേ? അപ്പൊ 4 സബ് ഷെല്ലുണ്ട്. എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. മനസ്സിലാവുണ്ടോ? ഓക്കെ ആണോ മകൾക്ക്? ഓക്കെ ആണോ? അപ്പൊ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പോ ഇത്രയും സബ് ഷെല്ലുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ് ഷെൽ ഉള്ളൂ. n=1 ആയതുകൊണ്ട് ഒരു സബ് ഷെല്ല്. n=2 ആയതുകൊണ്ട് 2 സബ് ഷെല്ല്. n=3 ആയതുകൊണ്ട് 3 സബ് ഷെല്ല്. n=4 ആയതുകൊണ്ട് 4 സബ് ഷെല്ല്. ഇത് ക്ലിയർ ആണോ? അപ്പൊ മക്കളെ, അപ്പൊ എല്ലാം എന്താണ്? എല്ലാത്തിലും എന്തുണ്ട്? എസ് ഉണ്ട് അല്ലേ? എല്ലാത്തിലും എന്തുണ്ട്? ഇത് എസ് ഇല്ല, ഇതിൽ പി ഉണ്ട് കുറെ വട്ടം, ഡി ഉണ്ട്, ഇതിലുണ്ട് ഡി. അപ്പൊ ഞാൻ പറയാണ് എസ് ഇങ്ങോട്ട് വരട്ടെ പറഞ്ഞാൽ എല്ലാ എസും വരൂലേ? വരും. അപ്പോ എനിക്ക് ഒന്നാമത്തെ ഷെല്ലിന്റെ കെ ഷെല്ലിന്റെ എസ് ആണ് എനിക്ക് മനസ്സിലാവുക. അത് മനസ്സിലാക്കണ്ടേ? അപ്പൊ ഇതിന് നമ്പർ കൊടുത്തു. ഒന്നാമത്തെ സബ് ഷെല്ലായോണ്ട് 1 കൊടുത്തു, 1s.
രണ്ടാമത്തെ സബ്ഷെൽ ആയതുകൊണ്ട് 2s 2p രണ്ടാമത്തിന്റെ. മൂന്നാമത്തെ ആയതുകൊണ്ട് 3s 3p 3d എന്ന് കൊടുത്തു. നാലാമത്തേതായതുകൊണ്ട് എന്ത് കൊടുത്തു? 4s 4p 4d 4f എന്ന് കൊടുത്തു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായി? സബ്ഷെൽ ഏതാണ്? എസ് ആണ്, പി ആണ്, ഡി ആണ്, എഫ് ആണ്. പക്ഷെ എല്ലാ സബ്ഷെൽ എല്ലാവർക്കും ഉണ്ട്? എല്ലാ ഷെല്ലിലും ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഒരു സബ്ഷെല്ലുള്ളൂ, രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ 2 സബ്ഷെല്ലുള്ളൂ, മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ 3 സബ്ഷെല്ലുള്ളൂ, നാലാമത്തെ ഷെല്ലാണെങ്കിൽ 4 സബ്ഷെല്ലാണുള്ളത്. അത് ഓരോന്നിന്റെയും പേര് മുന്നിൽ 1 2 എന്ന് കണ്ട നമുക്ക് മനസ്സിലാവും എത്രാമത്തെ ഷെല്ലിന് സബ്ഷെല്ല മനസ്സിലാവും. 1 കണ്ട ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ല മനസ്സിലായി, 4 കണ്ട നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലാണ് മനസ്സിലായി. സെറ്റാണോ? ഓക്കെ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു കേല് 2 ആണ് അല്ലെ ഷെല്ലില്, എല്ലില് 8 ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതേപോലെ സർ എസ്സിൽ എത്ര ഷെല്ല് പോകും? പിയിൽ എത്രണ്ണം പോകും? ഡിയിൽ എത്രണ്ണം പോകും? എഫിൽ എത്രണ്ണം പോകും? ഷെല്ലുകളുണ്ട്, ആ ഷെല്ലുകളിൽ ഉള്ളിൽ ഉള്ളറകൾ ഉണ്ടല്ലോ, അതല്ല സബ് ഷെല്ല്, അതിൽ എത്ര ഇലക്ട്രോൺസ് പോവാ? മനസ്സിലായിക്കോളൂ. എസ്സില് എത്രണ്ണം പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പോവുക 2 ഇലക്ട്രോൺസ്. എത്രണ്ണ പോവാ? 2 ഇലക്ട്രോൺസ്. പിയിൽ എത്രണ്ണ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 4. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊതു വ്യത്യാസം 4 എടുത്താൽ മതി. 2ക്ക് 4 കൂട്ടിയാൽ 6, പിന്നെ 6ക്ക് 4 കൂട്ടിയാൽ 10, 10ക്ക് 4 കൂട്ടിയാൽ 14. ഇത് ക്ലിയർ ആണോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചിരിക്കണം. അപ്പൊ 2 കിട്ടിയില്ലേ, പിന്നെ കോമൺ ഡിഫറൻസ് 4 കൂട്ടി പോയാൽ മതി. 2 അല്ലേ, കഴിഞ്ഞിട്ട് 6, അത് കഴിഞ്ഞിട്ട് 10, അത് കഴിഞ്ഞിട്ട് 14. കഴിഞ്ഞു. നിങ്ങൾക്ക് പരിസർ അസിമുതൽ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതേപോലെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കാൻ നമുക്ക്. അതൊക്കെ സിമ്പിൾ. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി, കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം, ബാക്കി നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പോ ശ്രദ്ധിച്ചു നോക്കാം. എടാ, ഒന്നാമത്തെ ഷെല്ലിന് n=1 ആയപ്പോ ഒരു സബ് ഷെല്ലുള്ളൂ അല്ലേ? ഒരു സബ് ഷെല്ലുള്ളൂ. എസ്സിന് നമ്മളൊരു നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ k=1 കൊടുത്തില്ലേ? 1 കൊടുത്തില്ലേ? അതേപോലെ എല്ലിന് നമ്മൾ 2 കൊടുത്തില്ലേ? അതേപോലെ സർ എസ്സിനും പിനും ഡിനും എഫിനൊക്കെ നമ്പർ കൊടുത്തൂടെ? കൊടുക്കാം. എസ്സിന്റെ നമ്പറാണ് 0, പിന്റെ നമ്പറാണ് 1, ഡിന്റെ നമ്പറാണ് 2, ഇതാണ് 3. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. എഫ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡി വരെ ആവശ്യമുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? എസ് പി ഡി എഫ് 0 1 2 3. ഓക്കെ, സെറ്റാണോ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ കുറേ നമ്പറുകൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടോ? ഓക്കെ സർ. അതായത് n=1, n=2, n=3, n=4. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിന് വേറെ പേര് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് ക്യാഷല്ല. പിന്നെ നമ്മൾ പഠിച്ചു എസ്സിന്റെ നമ്പർ പഠിച്ചു. s=0, p=1, d=2, f=3. അതും നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ സർ, മനസ്സിലായിട്ടുണ്ട്. അതൊരു നമ്പറാ. ആ നമ്പർ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു പേരിൽ വിളിക്കും. ഓക്കെ, എടാ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, കുറച്ച് കണ്ടു ചെയ്യാം, പറയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ബെറ്റർ ആകുക. ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എസ് സബ് ഷെല്ല്, പി സബ് ഷെല്ല്, ഡി സബ് ഷെല്ല്, എഫ് സബ് ഷെല്ല്, ഇത് പഠിച്ചല്ലോ, ഇതും പഠിച്ചു. അതിൽ എത്ര ഇലക്ട്രോൺസ് പോകുന്നു പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്തിലേക്ക് പോകാം? ഇനി നമുക്ക് എന്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും? നമുക്കിനി പോകാൻ പറ്റുക സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൽ കൂടെ. പറ്റും. എങ്ങനെ സർ? അതെങ്ങനെ? ഓർഡർ എങ്ങനെ കാര്യം സർ? നമ്മൾ ഓർഡർ ഇവിടെ ഓൾറെഡി പഠിച്ചതാണ്. 1s കഴിഞ്ഞിട്ട് 2s, 2s കഴിഞ്ഞിട്ട് 2p, 2p കഴിഞ്ഞിട്ട് 3s കഴിഞ്ഞിട്ട് 3p. ഇവിടെ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ, ഇത് നമുക്ക് പഠിക്കണ്ട, ഇതിന്റെ മേലേക്കേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്താടാ? 3d ഉണ്ട്, 4s ഉണ്ട്. 3p കഴിഞ്ഞിട്ട് 3d അല്ല 4s ആണ്. 4s കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആര് വരിക? 3d വരിക. അപ്പൊ ഈ ഓർഡർ ഇങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷ കിട്ടും. ഇത് സുഖമല്ലേ? പരീക്ഷയ്ക്ക് ഞാൻ n=1 ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. 1s 2s 2p 3s 3p 3d. ഇത് കിട്ടൂലേ? കിട്ടും. അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് ഇത് പഠിക്കുക, ഇതിന്റെ ഓർഡർ ബൈഹാർട്ട് ഇത് പഠിക്കുക. അതും സിമ്പിൾ ആണ്, അതും വളരെ സിമ്പിൾ ആണ്. നോയിക്കോളൂ മക്കളെ. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി പോവാണ്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ഫസ്റ്റ് ആരാണ് സർ? ഫസ്റ്റ് 1s
1s കഴിഞ്ഞിട്ട് സർ ആരാണ് 2s കഴിഞ്ഞിട്ട് 2p കഴിഞ്ഞിട്ട് 3s കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് 4s ആണ് സർ 4s കഴിഞ്ഞിട്ടാണ് ആര് 3d. അപ്പൊ ഏറ്റവും എനർജി ഊർജം കുറവായിരിക്ക 1sന്, ഏറ്റവും എനർജി കൂടുതലായിരിക്ക 3dക്ക്. ഇവിടെ എപ്പോഴും തെറ്റും, 4sനല്ല എനർജി കൂടുതൽ, 3dക്കാണ് ഏറ്റവും എനർജി കൂടുതൽ, ഊർജം കൂടുതൽ. അത് മനസ്സിലായല്ലോ. ഈ വാ പൊളിക്കണ ഭാഗം വലുതെന്നാണ് അർത്ഥം കേട്ടോ. സെറ്റ് ആണല്ലോ. അങ്ങനെയാണ് സർ ഞങ്ങൾക്ക് പറഞ്ഞത് ഈ ഹൈഡ്രജൻ എങ്ങനെ ഇത് ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? സിമ്പിൾ അല്ലേ. നമുക്ക് ഏതൊക്കെയുള്ളത്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. എസ്സിൽ 2 എണ്ണമാണ് സർ, പിയിൽ 6 എണ്ണമാണ് സർ, ഡിയിൽ 10 എണ്ണമാണ് സർ. അങ്ങനെയാണെങ്കിൽ എഫിൽ 14 സർ. ഇതറിയില്ലേ? ആ സർ ഇതറിയും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഹൈഡ്രജൻ 1 ഉള്ളൂ, അപ്പോൾ 1s ആണ് ഷെല്ല്, സബ്ഷെല്ല് നമ്പർ 1s. അത് സബ്ഷെല്ല. ഞാൻ എത്ര ഇലക്ട്രോൺസ് പോകുന്നുണ്ട്? 1. അതിന്റെ മുകളിൽ ഇടുക 1s എന്നാ പറയുക. 1s 1 അങ്ങനെയാണ് വായിക്കുക. നിങ്ങൾ ബുക്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞൊക്കെ ഉണ്ട്. 1s 1. ഇനി നോക്കിക്കോളൂ. അടുത്തെന്താ? ഹൈഡ്രജൻ കണ്ട് ഹീലിയം അല്ലേ? ഹീലിയം എത്രയാടാ? ഹീലിയം എത്രയാണ്? ഹീലിയം 2 ആ. ഹായ് ഹലോ എന്ന് പറഞ്ഞു നമ്മള് 2 ആണ്. അങ്ങനെ എന്ത് ചെയ്യാ? 1s 2 2 പോവും. എസ്സിൽ മാക്സിമം എത്ര പോവാ? 2 പോവും. അപ്പൊ 1s ഫുള്ളായി. ഇനി അടുത്തത് ആരേക്കാരം? ഹായ് ഹലോ ലിഥിയം 3 ആണ്. അപ്പൊ എന്തേരം? ഫസ്റ്റ് 1s അല്ലേ? 1s 2 മുകളിൽ ഇതിനാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം കേട്ടോ. മുകളിലാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം. 2s ഷെല്ലാണ്, സബ്ഷെല്ലാണ്. 1s സബ്ഷെല്ലാണ്. 2 ഇവിടെ 3 അല്ലേ? അപ്പൊ 1s കഴിഞ്ഞ് പിന്നെ അധികം പോകും, 2sക്ക് വരും. അപ്പൊ 2s എത്ര ഉള്ളൂ? പിന്നെ 1 ബാക്കിയുള്ളൂ 1. എസ്സിൽ മാക്സിമം 2 പോകും, പക്ഷെ 1 പോയിക്കൂടെ? ആ പോകാം. പിന്നെ അടുത്തതോ ലിഥിയം കഴിഞ്ഞിട്ടെന്താണ്? ഹായ് ഹലോ ലിബി അല്ലേ? മനസ്സിലാവുണ്ടല്ലോ. ഹായ് ഹലോ ലിബി ബെർലിയാണ്. എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 1s 2 2s 2 2 + 2 4. ഓക്കെ സർ, ക്ലിയർ, മനസ്സിലായി. അതാണ് സർ. അടുത്ത എങ്ങനെ കാര്യം? അടുത്ത വളരെ സിമ്പിൾ. നോക്കിക്കോളൂ. അടുത്ത ഹീലിയം കഴിഞ്ഞു, ലിഥിയം കഴിഞ്ഞു, ഇനി ബോറോൺ അല്ലേ? എത്രയാണ്? 5 ആണ്. അപ്പൊ സർ എങ്ങനെ ഇതാ? 1s 2 1s കഴിഞ്ഞു, 2s 2 കഴിഞ്ഞു, 2 4 ആയി. 5 ഇല്ലേ? പിന്നെ എന്തൊക്കെ പോകണം? 2pക്ക് പോകണം. അപ്പൊ 2p1 മനസ്സിലായോ? ഓക്കെ സർ, ക്ലിയർ ആണ്. പിന്നെ ബോറോൺ കാർബൺ 6 ആണ്. അപ്പൊ 1s 2 2s 2 2p2 2 4 2 6. പിയിൽ എത്ര വരെ പോകും? 6 വരെ പിയിൽ പോയിട്ടേ പിന്നെ എന്തൊക്കെ പോകുള്ളൂ? 3sക്ക് പോകുള്ളൂ. അപ്പോഴോ കാർബൺ കഴിഞ്ഞു. പിന്നെ ആരാ? നൈട്രജൻ 7 ആണ്. അപ്പൊ എങ്ങനെ ഇതാ? 1s 2 2s 2 2p3. ആ സർ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണോ? അങ്ങനെയാണെങ്കിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അപ്പൊ എന്ത് ചെയ്തു? 1s 2 2s 2 2p4. ഓ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ സർ ഞങ്ങൾ എഴുതാ അല്ലെ? ഓക്സിജൻ കഴിഞ്ഞാ ഫുഡ് നീ സോറി നോ ബിസി ആണ് വെച്ചു. ഇപ്പൊ നോ. അങ്ങനെ എന്താണ്? ഫുഡ് നീ 9ഉം 10ഉം ഫുഡ്. 1s 2 2s 2 2p5 6 വരെ പോയിക്കൂടെ? 2p5. പിന്നെ ആരാ? നിയോണ് 1s 2 2s 2 2p6 2p ഫുള്ളായി. പിയിൽ മാക്സിമം എത്രേ പോകുള്ളൂ? 6 പോകുള്ളൂ. 2p6. ഇനി അടുത്ത് എന്തൊക്കെ പോകണം? 3sക്ക് പോകണം. സെറ്റാണ് സർ, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ആരടാ? നമ്മളിവിടെ ലാസ്റ്റ് പഠിച്ചത് നിയോൺ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 10 കഴിഞ്ഞാൽ 12 സോഡിയം 11 ആണ്. 1s 2 2s 2 2p6. ഞാൻ ഇവിടെ ഓർഡർ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മറക്കും. 1s കഴിഞ്ഞിട്ട് 2s കഴിഞ്ഞിട്ട് 2p കഴിഞ്ഞിട്ട് 3s കഴിഞ്ഞിട്ട് 3p കഴിഞ്ഞിട്ട് 4s കഴിഞ്ഞിട്ടാണ് 3d. എസ്സിൽ എത്തണം, പിയിൽ എത്തണം, ഡിയിൽ എത്തണം, എഫിൽ എത്തണം. എസ്സിൽ സർ 2 ആണ്, പിയിൽ സർ 6 ആണ്, ഡിയിൽ സർ 10 ആണ്, എഫിൽ സർ 14 അല്ലേ? നിങ്ങൾക്ക് മാറാതിരിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെയാണെങ്കിൽ സോഡിയം കഴിഞ്ഞാൽ മാഗ്നീഷ്യം ആണ് സർ. മാഗ്നീഷ്യം 12 ആണ്. അപ്പൊ എന്ത് വരും? 1s 2 2s 2 2p6 മേലെ 6ഉം 7 8 10. ഇത് ഫുള്ളായില്ല സോറി. 2p6 കഴിഞ്ഞിട്ട് ഫുള്ളായിനോ? 6 2 6 എത്രയാണ്? 8 9 10 11 ഇല്ലേ? അപ്പൊ 2p കണ്ട് എന്തൊക്കെ പോകണം? 3sക്ക് പോകണം. ഇവിടെ 3s1 എന്ന് വരും. അപ്പൊ ഇവിടെ 3s
2 എന്നാകും. 12 ആയില്ലേ? 3s കഴിഞ്ഞ് എസ് എത്രനെ പോകുള്ളൂ? എസ് ആണോ എത്രനെ പോകുള്ളൂ? 2 മാക്സിമം പോകുള്ളൂ. പിന്നെ എന്തൊക്കെ വേണം? 3p വരണം. ഓക്കെ സർ. സോമന് അലൂമിനിയം സിലിക്കൺ പാത്രത്തിൽ സ്പൂൺ ഇട്ട് കൊടുക്കണം പറഞ്ഞിരുന്നു. അപ്പൊ 13 ആണിത്, ഇത് 14 ആണ്, ഇത് 15 ആണ്, ഇത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ 1s2 2s2 2p6 3s2 ഫുള്ളായി. പിന്നെ എന്തൊക്കെ പോണം? 3p പോണം. 3p1. എടാ പിയിൽ 6 വരെ പോകും. പക്ഷെ 1 പോയിക്കൂടെ? പോകാം. എടാ 1 3 അല്ലെ? ഇവിടെ എത്രയാണ്? 6 7 8 9 10 12 13 ആണ്. അതിനാണ് ഇതൊന്നും ഞാൻ എഴുതുന്നില്ല. ഞാൻ എന്താണ് സൾഫർ ആണ് എഴുതുന്നത്. നോക്കിക്കോളൂ. 1s2 2s2 2p6 3s2. ഇവിടെ എത്ര? 16 വരണം. എത്ര പോയിട്ടുള്ളൂ? 6 7 8 9 10 11 12 ആയിട്ടുള്ളൂ. 12. എത്ര ബാക്കിയുണ്ട്? 16 ആണെങ്കിൽ 13 14 15 16. അപ്പൊ എന്ത് വേണം? 3p4. ക്ലിയർ ആണോ? ആ സർ മനസ്സിലായി. അങ്ങനെയാണ് സിമ്പിൾ അല്ലേടാ? അങ്ങനെയാണ് സിമ്പിൾ അല്ലേ? അത് നിങ്ങൾ ഇങ്ങനെ എഴുതി ഇനി പഠിക്കൂലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ. ഇനിയാണ് നമ്മൾ നേരത്തെ പൊട്ടാസ്യത്തിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് 2881 വന്നത് അല്ലേ? പൊട്ടാസ്യം 19 ആണ്. അതെങ്ങനെ വന്നു? 2881 ആണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണോ? എടാ പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ നോക്കി. അപ്പോഴാണ് സയന്റിസ്റ്റുകൾ എന്ത് പറഞ്ഞത്? സബ്ഷെൽ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പൊ സബ്ഷെൽ വിന്യാസം എങ്ങനെ ചെയ്തടാ? 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞാൽ പിയിലെ 6 വരെ പോകുള്ളൂ. ഇവിടെ എത്ര ആയി? ഇപ്പൊ 6 6 12 12 2 13 14 15 16 17 18 ആയിട്ടുള്ളൂ. 18 ആയില്ലേ? എടാ 3p6 കഴിഞ്ഞ പി കഴിഞ്ഞ പിന്നെ ആരാ? ഫോറസ് ആണ്. അപ്പൊ ഇനി അടുത്ത ഫോറസ്ക്ക് പോകണം. ഫോറസ്റ്റിൽ എത്രയെണ്ണേ ഉള്ളൂ? 1 ഉള്ളൂ അല്ലേ? 19 ആയി ഉണ്ടാവും. മേലത്തെ എങ്ങനെ മതി? 19 ആയി ഉണ്ടാവും. അങ്ങനെയാണ് നോക്കിക്കോളൂ. 1s എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാ ഷെല്ല്? ഒന്നാമത്തെ ആണ്ട് കെ ഷെല്ലാണ്. ഇത് രണ്ടും 2 അല്ലേ? അപ്പൊ ഏതേ കാര്യം? എല്ല് രണ്ടാമത്തെ ഷെല്ല്. ഇത് 3 3 അല്ലേ? ആ മൂന്നാം ഷെല്ല് എം ഷെല്ല്. ഇതോ 4 അല്ലേ? അപ്പൊ എന്താണ്? ഇത് 3 അപ്പൊ എം. ഇതെന്താണ്? 4 അല്ലേ? അപ്പൊ എൻ ഷെല്ല് ആണോ? അങ്ങനെയാണെങ്കിൽ കേരള എത്രണ്ണം പോകും? ഇവിടെ എത്രണ്ണം പോയി? 2 ഉള്ളു ആകെ. ഇവിടെ എത്ര ഉണ്ട്? 6 + 2 8 ഉണ്ട്. ഇവിടെ ഇത് രണ്ടിനും കൂടെ എത്ര ഉണ്ട്? 6 + 2 8 ഉണ്ട്. ഇവിടെ ഈ ഫോറസ് 1 ഉള്ളൂ. നോക്കിക്കോളൂ 2 8 8 1. അപ്പോ സബ്ഷെല്ലുകളിൽ നിറഞ്ഞോണ്ടാണ് നേരത്തെ എന്ത് ഇത്രയും കിട്ടിയത്? 2 8 8 1 കിട്ടിയത്. സർ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് പ്രയാസം വരുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ സ്കാൻഡ് ചെയ്ത് 21 എങ്ങനെ എഴുതുന്നോ? 1s2 2s2 2p6 3s2 3p6 4s2 ഇതിൽ 20 ആയി. മേലെ കണ്ടത് 21 ആയി. ഫോറസ്റ്റ് കഴിഞ്ഞ ഇതൊക്കെ പോകേണ്ടത് 3D ക്കാണ്. ലാസ്റ്റ് 3D പഠിച്ച് 3D1 എന്ന് കഴിയാം. 21 എണ്ണിക്കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ ക്രോമിയം 24 എഴുതുമ്പോൾ ഈ ഓണപരീക്ഷയിൽ എന്തായാലും ചോദിക്കും. ക്രോമിയം എഴുതിയപ്പോ 1s2 2s2 2p6 3s2 3p6 4s2 3d4 എന്ന് എഴുതി. ശരിയാണോ? അല്ലേ? 4 4 5 6 അല്ലെ? ഫസ്റ്റ് 6 എണ്ണ. 6 6 12 13 14 15 16 17 18 19 20 24. ചെറുങ്ങ തന്നെ അല്ലേ ഇതാ? പക്ഷെ ഇത് തെറ്റാണ്. ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. ഇത് പൊട്ട തെറ്റാ. ഇവിടെ എങ്ങനെയല്ല വരിക? ഇവിടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ ഇങ്ങനെയാണ് മക്കളെ വരിക. 1s2 2s2 2p6 3s2 3p6 4s1 എന്നിട്ട് 3d5 എന്നാണ് ശരി എന്ന് പറയുന്നുണ്ടാവും. ഇതാണ് ശരി എന്ന് പറയുന്നുണ്ടാവും. അതായത് ഈ എസിൽ 2 ഉണ്ടല്ലോ, ആ 1 ഇങ്ങോട്ട് ഡിക്ക് കൊടുത്തു, ഡിയിൽ 5 ആക്കി, എസിൽ 1 ആക്കി. അപ്പോഴാണ് സ്റ്റേബിൾ ആകുള്ളൂ, അതിന് സ്ഥിരത കൈവരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സർ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഇങ്ങനെ സ്റ്റേബിൾ ആകുന്നത് മനസ്സിലായില്ല. അതായത് മക്കളെ ഇനിയാണ് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ എസ് സബ്ഷെല്ലിൽ പറഞ്ഞു, പി സബ്ഷെല്ലിൽ പറഞ്ഞു, ഡി പറഞ്ഞു. ഇത് മാത്രം പഠിച്ചാൽ മതി, എഫ് ഒന്നും പഠിക്കണ്ട. എസ് സബ്ഷെല്ലില് ആ ഷെല്ലിന് എന്തുണ്ട്? കുറെ എന്തുണ്ട്? ഷെല്ലിന് എന്തുണ്ട്? കുറെ മുറികൾ, റൂം പോലെ ഇങ്ങനെ അറകളുണ്ട്. ഒരു സബ്ഷെല്ലിന് എന്തുണ്ട്? അറകളുണ്ട്. അപ്പോൾ എസ് സബ്ഷെല്ലിൽ ഒറ്റ അറയുള്ളൂ ഇങ്ങനെ.
പി സബ്ഷെല്ലിന് എത്ര അറ ഉണ്ടെങ്കിൽ അറിയോ? 3 അറകളുണ്ട്. ഡി സബ്ഷെല്ലിന് എത്ര അറകളുണ്ടെങ്കിൽ അറിയോ? ഡി സബ്ഷെല്ലിന് 5 അറകളുണ്ട്. എത്ര അറകളാണ്? 1 2 3 4 5. ഇത് പറഞ്ഞുതരും കേട്ടോ. ഇതെങ്ങനെ അറകളൊന്നൊക്കെ പറഞ്ഞുതരും. ജസ്റ്റ് മനസ്സിലാക്കി മാത്രം മതി. ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ 3 മെയിനായിട്ട് 3 കാര്യം പഠിച്ചിട്ടുണ്ടാവും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. ഒട്ടും പേടിക്കണ്ട. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാർ എസ് സബ്ഷെല്ലിന് ഒരേ ഉള്ളൂ. ഇതിന് 3 പിന്നെ 5 അറ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞമ്മക്ക് എന്താ വേണ്ടത്? ഞമ്മക്ക് നോയിക്കോളൂ. നമ്മളെ പ്രശ്നം ഇവിടെ കിടക്കുന്നത്, നമ്മളെ പ്രശ്നം ഇതല്ലേ? നമ്മളെ പ്രശ്നം ഇവിടെ എന്തുകൊണ്ടെങ്കിലും ഒന്നുമില്ലേ? ഇവിടെ വന്ന പ്രശ്നക്കാര് ഇവരല്ലേ പ്രശ്നക്കാര്? ഈ സാധനമല്ലേ പ്രശ്നക്കാർ? അങ്ങോട്ടും ഇട്ടല്ലേ മാറിയിട്ടുള്ളൂ. അതെന്തുകൊണ്ട് വന്ന് നോയിക്കോളൂ മക്കളെ. സിമ്പിൾ ആണ്. അതായത് എടാ ഇവിടെ എസ് അല്ലേ ഫോറസ്റ്റ് അവിടെ എസ് ആണല്ലോ. എസ് അപ്പൊ എസിന് എത്ര അറിയാം? എസിന് ഒരറുള്ളൂ സാർ. ഫോറസ്റ്റിൽ ഒരറ ഉണ്ടാവുള്ളൂ. 3D ഡി 3 അറ ഉണ്ടാവും. സോറി, ഡിക്ക് എത്ര ഉണ്ടാകും? 3 ആണോ? 5 അറ അല്ലേ? പീക്കാണ് 3 അറ. ഇത് 1 2 3 4 5 അറകളുണ്ട്. ഇത് 3D ആണ്. ഓരോ അറകളിലും എത്ര ഇലക്ട്രോൺസ് പോകും അറിയോ? എസ് ഒരു അറയിൽ എത്ര ആൾക്കാർ പോകും? 2 ആൾക്കാരെ മാക്സിമം പോകുള്ളൂ. ഓരോ അറയിൽ എത്ര ആൾക്കാരെ മാക്സിമം പോവുക? 2 ആൾക്കാരെ പോവുക. അപ്പോൾ ഒരു അറയിൽ ഇതാ ഫോറസ്റ്റ് എത്ര ആൾക്കാരുണ്ടായിരുന്നു? ഇവിടെ 2 ഇലക്ട്രോൺസിൽ ഉണ്ടായിരുന്നു. 1 2 അങ്ങനെ കാണിക്കുക. നിങ്ങൾ +2 ഇതിലാറ് ഉഷാറായിട്ട് പഠിക്കും. അപ്പോൾ ഒരു അറയിൽ എത്ര ഇലക്ട്രോൺസ് പോകും? 2 ഇലക്ട്രോൺസ് മാക്സിമം പോകുള്ളൂ. അപ്പൊ ശരിക്കും ഡിയിൽ എത്ര പോകും? എടാ എസ്സിൽ ആകെ എത്ര ഇലക്ട്രോൺസ് പോവാ? 2 അപ്പൊ ആ അറയിൽ 2 പോകുള്ളൂ. ഡിയില് ഓരോ അറ ഉണ്ടോ? അറകൾ എത്രയേ പോകുള്ളൂ? 2 പോകുള്ളൂ. എത്ര അറ ഉണ്ട്? 5 അറ ഉണ്ട്. അപ്പൊ 5 2 10 ഇലക്ട്രോൺസ് പോകും. ഡിയിൽ എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ പോവാ? 10 പോകുള്ളൂ. നമുക്കറിയാം എസ്സിൽ 2 ആണ്, പിയിൽ എത്ര 6 ആണ്, ഡിയിൽ എത്ര 10 നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര 4 ആളുള്ളത്? 1 2 3 4 ഇങ്ങനെ അറിയുള്ളൂ. ഫസ്റ്റ് ഓരോന്നിലും ഓരോന്ന് അറിയും. എന്നിട്ട് ഓരോന്നിലും ഫുള്ളായി എന്ത് ചെയ്യാ? ഐസിൽ ഇവിടുന്ന് 2 പോകുള്ളൂ. അതായത് ഫസ്റ്റ് ഓരോ അറയിലും ഒന്ന് ഫുള്ളായതിനു ശേഷം എന്ത് ചെയ്യുള്ളൂ? അടുത്ത് ഇവിടെ 2 ആളായി ഇങ്ങനെ അറിഞ്ഞ് പോവുള്ളൂ. അപ്പൊ നോക്കിക്കോളൂ, ഈ എല്ലാ അറയിലും ഇലക്ട്രോൺസിന് കിട്ടി. ഈ അറ മാത്രം കിട്ടിയോ? കിട്ടിയില്ല. ഞാനേ നിങ്ങളെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചോളൂ. ഒരു ബെഞ്ചിൽ 4 ആൾക്ക് മിഠായി കൊടുത്തു. ഒരു കുട്ടിക്ക് മാത്രം മിഠായി കൊടുത്തു. അതിലൊരു ഇതൊരു ക്ലാസ്സാണ്, ഇത് വേറെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ 4 കുട്ടികൾക്ക് ഞാൻ മിഠായി കൊടുത്തു. ഒരു കുട്ടിക്ക് മാത്രം മിഠായി കൊടുത്തില്ല. ആ ക്ലാസ് സ്റ്റേബിൾ ആകുമോ? സ്ഥിരത കൈവരിക്കുക. കച്ചറേക്കാരൻ. പക്ഷെ ഈ ക്ലാസ്സിൽ ആകെ ഒരു കുട്ടിയുള്ളൂ. ഓന് 2 മിഠായി കൊടുത്തു ഞാൻ. അപ്പൊ ഓനിപ്പോ ഒന്നായാലും കുഴപ്പമുണ്ടോ? പ്രശ്നം ഉണ്ടാക്കൂലല്ലോ. അപ്പൊ ഓൻ്റെ 1 എന്ത് ചെയ്തു? ഇയാൾക്കാണ് കൊടുത്തു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഈ 1 ഒഴിവാക്കി. അപ്പോൾ എന്തായി? ഇവിടെ ഫോറസ് 1 നായി. ഇവിടെ 1 2 3 4 5 3D 5 നായി. അങ്ങനെയാണ് സംഭവിച്ചത്. ഈ അറകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിന് നമ്മൾ വേറെ പേര് വിളിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. n = 1 2 എന്നൊക്കെ എഴുതി. SPDFന് ഞാൻ 0 1 2 3 എന്ന് പേരിട്ടു. അതേപോലെ ഈ അറകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് 3 ആളുകൾ 3 ആയിട്ട് നിങ്ങൾ പഠിക്കണം ഈ ചാപ്റ്ററിൽ. പറഞ്ഞുതരാം. എന്താ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, SPDF 0 1 2 ഇത് നിങ്ങൾ അസിമുതൽ ക്വാണ്ടം നമ്പർ. ഇതിന് അറകൾ നിങ്ങൾ വിളിക്കും, ഓറിയന്റേഷൻ നിങ്ങൾ വിളിക്കും, എത്ര ആൾക്കാർ ഇങ്ങനെ അറിയുന്നില്ല നിങ്ങൾ വിളിക്കും, ഓർബിറ്റ് നിങ്ങൾ വിളിക്കും. എന്ത് വിളിക്കും? ഓർബിറ്റ് അല്ല, ഈ എത്ര അറകൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഓരോ അതിലും എത്ര ആൾക്കാർ പോകുന്നുണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് വിളിക്കും? അതായത് ഇതിൽ ഫോറസ്റ്റിൽ ഒരറയുള്ളൂ, 3Dയിൽ എത്ര അറ ഉണ്ട്? 5 അറ ഉണ്ട്. അങ്ങനെ അറകളെ കുറിച്ച് പഠിക്കേണ്ടി നിങ്ങൾ പറയും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലാക്കി തരും കേട്ടോ. അതാണ് സംഭവം. ഇത് മനസ്സിലായോ? ക്രോമിയത്തിന്റെ കേസ് മനസ്സിലായോ? സർ മനസ്സിലായി. അപ്പോ ഇതിനാണ് ഹാഫ് ഫിൽഡ് എന്ന് പറയാം. ഹാഫ് ഫിൽഡ് പറഞ്ഞാൽ ഡി സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് പോവും? 10 എണ്ണം. അതിന് പകുതി നിറയണം. ഡി സബ്ഷെല്ലിൽ ഒന്നെങ്കിൽ പകുതി നിറയണം, എന്നാൽ അത് സ്റ്റേബിൾ ആകുള്ളൂ. അപ്പൊ എന്നോട് ചോദിക്കും, സർ ഇവിടെ ഇതിന്റെ കുറച്ച് മുന്നത്തെ ആളേതാണെങ്കിൽ ഫോറസ്റ്റ് 3D3 എന്നല്ലേ ഉള്ളൂ. എടാ 3D3 നമ്മൾ 2 ആൾക്കാർ വേക്കന്റ് ആയി കിടക്കൂലേ? 2 ആളായി വേക്കന്റ് ആയി കിടക്കൂലേ? 2 ആള് വേക്കന്റ് ആയി കിടക്കും, പ്രശ്നമല്ല. 2 ആൾക്ക് മിഠായി കിട്ടിയിട്ടില്ല, അപ്പൊ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരാളെ മാത്രം ഒഴിക്കുമ്പോഴാണ് ഉള്ളൂ പ്രശ്നം വരുള്ളൂ. സെറ്റാണോ? ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്നും കൂടി പറഞ്ഞുതരി. അപ്പൊ ഈ ഫോറസ് കഴിഞ്ഞ് ഞങ്ങൾ ക്രോമിയം കഴിഞ്ഞിട്ട് മാംഗനീസ് 25 അല്ലേ? അതൊന്ന് എഴുതി കാണിച്ചു തരുമല്ലോ. 1s2 2s2 2p6 3s2 3p6
4s2 3d5 എന്നാണ് വരിക. ഇവിടെ എന്തായാലും ഹാഫിൽഡ് അല്ലേ, 5 അറിഞ്ഞില്ലേ, പ്രശ്നം ഉണ്ടാക്കുമോ? ഉണ്ടാക്കൂല. സർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ ഈ ക്രോമിയത്തിന്റെ കുറച്ച് മുന്നേ ആരുണ്ടാവുക? സ്കാൻഡിയം, ടൈറ്റാനിയം, വാനേഡിയം ഉണ്ടാകും. V23 അല്ലേ? അതൊന്ന് പറഞ്ഞേരി. 1s2 2s2 2p6 3s2 3p6 4s2 3d3 എന്നാ വരിക. എടാ 3d3 ആകുമ്പോൾ ഡി സബ്ഷനിൽ എത്ര ഉള്ളൂ? ആകെ 5 അറകൾ ഉണ്ടെങ്കിലും 1 2 3 4 5 അറകൾ ഉണ്ടെങ്കിലും ആകെ 3 മിഠായി ഉള്ളൂ. 2 ആൾ വേക്കൻ്റായി കിടക്കുക, വലിയ പ്രശ്നം ഉണ്ടാവില്ല, സ്റ്റേബിൾ തന്നെ ആയിരിക്കും. ഒരാളെ മാത്രം വെച്ചിട്ട് എന്തേ ഉള്ളൂ? പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ സർ, ക്ലിയർ ആണ്, മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമിന് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പർ 29 ആണ്. അതെങ്ങനെ എഴുതുക? നിങ്ങൾ എഴുതും 1s2 2s2 2p6 3s2 3p6 3p6 കണ്ട് 3p ആരാണ്? 4s ആണ്. 4s2 3d9 എന്ന് എഴുതും. ഇതിങ്ങനെ മേലെ എണ്ണൊക്കെ 29 കിട്ടുക. നിങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും ഇതെന്താണ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ് തെറ്റാണെന്ന് ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് എന്തുകൊണ്ട് തെറ്റിപ്പോയി? എന്തുകൊണ്ടത് തെറ്റിപ്പോയി? എടാ ഇത് തെറ്റാണ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഡി സബ്ഷനിൽ ഇങ്ങനെയല്ല വരിക മക്കളെ. 1s2 2s2 2p6 3s2 3p6 4s2 എന്നല്ല, സോറി 4s2 എന്നല്ല, 4s1 3d10 ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരാൾ അങ്ങോട്ട് കൊടുത്ത് 10 ആക്കി. അവിടെ എന്ത് സംഭവിക്കുക നോക്കിക്കോളൂ. അവിടെ സംഭവിക്കണേ കാണിച്ചു തരാം. ഇതാരാ? നമ്മളെ 4s ആണ്. ഇതാരാ? നമ്മളെ 3d ആണ്. 1 2 3 4 1 2 3 4 5. ഇത് നമ്മൾ 3d ആണ്. 4sൽ എത്ര ആൾക്കാരാ? 2 ആൾക്കാർ. 1 2 കുഴപ്പമില്ല. 3d എത്ര ആൾക്കാരാ? 9. 1 2 3 4 5 6 7 8 9. നോക്കി, ഇയാൾക്ക് മാത്രം എന്താണ്? 1 ഇലക്ട്രോൺസ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇയാൾ സ്റ്റേബിൾ ആകുമോ? ഇയാൾക്ക് മാത്രം 1 ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആള് സ്റ്റേബിൾ ആകുമോ? ഇല്ല. ഈ ക്ലാസ്സിൽ ഞാനേ എല്ലാ കുട്ടികൾക്കും 2 മിഠായി, ഒരു കുട്ടിക്ക് മാത്രം 1 മിഠായി. അവൻ സ്റ്റേബിൾ ആകുമോ? സ്റ്റേബിൾ ആവില്ല. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് ഞാൻ പോകും. ഈ ക്ലാസ്സിലെ കുട്ടിക്ക് അറിയോ അവിടെ 2 കൊടുത്താൽ അറിയോ? അറിയില്ല. ഇവന്റെ 1 എടുക്കും. ഇവന്റെ 1 എന്ത് ചെയ്തു? ഞാൻ എടുത്തു. 1 ഞാൻ എടുത്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? ഇയാൾക്ക് കൊടുത്തു. അപ്പൊ എന്തായി? ഇത് 3d10 എന്നായി. ഇത് 4s1 എന്നായി. എന്തായി? 4s1 എന്നായി. മനസ്സിലാവുണ്ടോ? സെറ്റാണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ സർ, ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട്, സെറ്റാണ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അത്ര പ്രയാസങ്ങളൊന്നുമില്ല. സെറ്റാണല്ലോ? ഓക്കെ സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർ ഞങ്ങൾ കുറേ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണ്? ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് സർ? ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ക്വാണ്ടം നമ്പേഴ്സ് ആർ ദി അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ. അല്ലേ? ക്വാണ്ടം സംഖ്യകൾ ഒരു ഇലക്ട്രോണിന്റെ വിലാസമാണ്. സർ മനസ്സിലായില്ല? വിലാസോ? എടാ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നൊരാൾ തെരഞ്ഞു വരികയാണ്. അല്ലേ? അപ്പോൾ എൻ്റെ വീട് ശരിക്കും ഒരു മുനിസിപ്പാലിറ്റിയിലെ ഏതോ ഒരു വാർഡിൽ ഇന്ന സ്ഥലത്താണ്. അപ്പൊ ഞാൻ ഇവിടെ കിടക്കുന്നത് നോക്കിക്കോളൂ. ഞാൻ ഇവിടെ ഇല്ല. ഞാൻ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡില്, ആ വാർഡിൽ ഏതോ ഒരു വീട്ടില് ഒരു റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എവിടെ വെച്ച് കഴിഞ്ഞാല് ഇന്ന മുനിസിപ്പാലിറ്റിയിലെ ഇന്ന വാർഡിലെ ഇന്ന വീട്ടിലെ ഇന്ന റൂമിലാണെന്ന് പറഞ്ഞൂടെ? എന്റെ അഡ്രസ്സാണ്. അതേപോലെ ഒരു ന്യൂക്ലിയസില് ഒരു ആറ്റത്തില് ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് ആറ്റത്തില് ഏത് ഷെല്ലില് ഏത് സബ്ഷെല്ലില് ഏത് അറയിൽ എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അതെന്റെ അഡ്രസ്സാണ്. അങ്ങനെ അഡ്രസ്സ് കണ്ടെത്താനാണ് നമ്മൾ ക്വാണ്ടം നമ്പറുകൾ ഉപയോഗിക്കുന്നത്. അല്ലേ? ഇപ്പൊ എനിക്ക് പറഞ്ഞൂടെ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്, നമ്മൾ അഡ്രസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടോ, അതിന് പേരിടാനുള്ളൂ. ഞാൻ പറഞ്ഞു 3s1 എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ? എന്താ അറിയാ? അഡ്രസ്സ് കിട്ടി. ഇതാണ് കേട്ടോ. ഈ സാധനത്തിനെയാണ് നമ്മൾ ഇനി ക്വാണ്ടം നമ്പറിന്റെ പേര് വിളിച്ചാണ്ട് വലിയ ഇടങ്ങേറാക്കിയത്. നോക്കിക്കോളൂ, എനിക്കറിയാം 3 കെ ഷെല്ലിലെ സബ്ഷെല്ലിലെ എസ്സിലെ
എസ്സിലാണ് കിടക്കുന്നത്. എസ്സിൽ ആകെ ഒരു അറേ ഉള്ളൂ, അവിടെയാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോ ഈ 3 എന്നുണ്ടല്ലോ, അതാണെന്ത് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ. നോയിക്കോളൂ, പറഞ്ഞുതരാം. ഏതൊക്കെ ക്വാണ്ടം നമ്പറുകളാണ് പഠിക്കുന്നത്? പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സർ അതെന്താ മനസ്സിലായില്ല? അഡ്രസ് എങ്ങനെ പറയാ? നോയിക്കോളൂ, വളരെ സിമ്പിൾ, ബോർഡുമേലുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു കഴിഞ്ഞാല് n=1, n=2, n=3, n=4 പറഞ്ഞില്ലേ? ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതി സർ 3s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എന്നുണ്ടല്ലോ അതിന്റെ അഡ്രസ്സിലെ സംഭവമാണ്. ഈ ഇലക്ട്രോണോടെ കിടക്കുന്നത് 3ാമത്തെ ഷെല്ലിലാണ്. അതേതാ ഷെല്ല്? കെ ഷെല്ലാണ്. KL M ഷെല്ലിലാണെന്ന് കിട്ടി. ഫസ്റ്റ് അഡ്രസ് കിട്ടി. എന്റെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റി കിട്ടി. ആ മുനിസിപ്പാലിറ്റി ഏത് വാർഡിലാണ് അറിയണ്ടേ? ആ വാർഡാണെന്ന് പറഞ്ഞു തരുന്നത്. വാർഡ് ഏതാണ്? അവന്റെ വാർഡ് ഏതാ? അസിമുതൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പഠിച്ചു SPD അല്ലേ? എസിന്റെ എത്രയാണ്? 0 ആണ്. എസ് എത്രയാണ്? 0 ആണ്. പി എത്രടാ? 1 ആണ്. ഡി എത്രടാ? 2 ആണ്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായിക്കൂടെ? ഞാൻ പറഞ്ഞു S=0 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിക്കൂടെ? അത് പി ഷെല്ലാണ്. മനസ്സിലായിക്കൂടെ? പി സബ് ഷെല്ലാണ്. മനസ്സിലായിക്കൂടെ? ഡി പറഞ്ഞാല് അത് 2 ഷെല്ലാണ്. 2 പറഞ്ഞാണ് കെ ഷെല്ലിലാണ്. സോറി, 2 പറഞ്ഞാണ് ഡി സബ് ഷെല്ലിലാണ്. അപ്പൊ സബ് ഷെല്ലിനെ ഡിനോട്ട് ചെയ്യണം ശരിക്കും അസിമുതൽ ക്വാണ്ടം നമ്പർ. ഈ നമ്പർ ഉണ്ടല്ലോ എസ് എന്ന് വിളിച്ചു, എസ് വല്ല 0 എന്ന് വിളിച്ചു, അതിനോട് എൽ എന്ന് ഡിനോട്ട് ചെയ്യും. സോറി എന്ത് ഡിനോട്ട് ചെയ്യും? എൽ എന്ന് ഡിനോട്ട് ചെയ്യും. എന്ത് ഡിനോട്ട് ചെയ്യും? എൽ എന്ന് ഡിനോട്ട് ചെയ്യും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, n ആണ്. ക്ലിയർ ആണോ? മക്ക് ക്ലിയർ ആണോ? അപ്പൊ SPDF ഉണ്ടല്ലോ, അതാണെന്ത് അസിമുതൽ ക്വാണ്ടം നമ്പർ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? 3s എനിക്ക് കിട്ടി. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഷെൽ ഏതാണ്? ഷെല്ല് M ഷെല്ലാണ്. എസ് പറഞ്ഞ മനസ്സിലായി 0 ആണ്, പക്ഷെ S ആണ്. മനസ്സിലായി? എന്റെ വാർഡും കിട്ടിയില്ലേ? ഇനി വാർഡിൽ ഏത് വീട്ടിലാണെന്ന് അറിയണ്ടേ ഞാൻ? ഇല്ലേ? വാർഡും കിട്ടി. ആ വാർഡിൽ ഏത് അറയിലാണെന്നൊക്കെ കിട്ടണ്ടേ? വീട്ടിൽ എത്ര അറകളുണ്ട് അറിയണ്ടേ? അറകളുണ്ട്, എത്ര മുറികളുണ്ട് അറിയണം. അതിനാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് സർ? നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M എന്ന് ഡിനോട്ട് ചെയ്യും. M=2l+1 ആണ്. 2l+1 എന്താ 2l+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് M=L എന്ന് പറഞ്ഞാൽ പഠിച്ചു. എന്താണ്? S ആണോ, P ആണോ, D ആണോ? അല്ലേ? അപ്പോ എല്ലിന്റെ നമ്പർ എൽ എത്രയാണ്? 0 1 2. അപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്നോ? എനിക്ക് ഡി സബ് ഷെല്ലില് എത്ര മുറികൾ ഉണ്ടെന്ന് അറിയണം. ഡി സബ് ഷെല്ലില് എത്ര റൂം ഉണ്ടെന്ന് അറിയണം. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ 2 ഇൻറ്റു ഏതാണ് ഷെല്ല്? ഡി അല്ലേ? ഡി നമ്മളെല്ലാം വിളിക്കും 2 ആണ്. അപ്പൊ എല്ലാം കൊടുത്തു 2 കൊടുത്തു +1 2 × 2 4 +1 5 5 മുറികളുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക്? സോറി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എത്ര മുറികളുണ്ട്? ഡി സബ് ഷെൽ എത്ര മുറികളുണ്ടാ? 5 മുറികളുണ്ട്. പറഞ്ഞില്ലേ? 1 2 3 4 5. അതാണെന്ത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പൊ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഏത് ഇക്വേഷൻ സർ? M=2l+1. എനിക്ക് എന്തരണം? ഈ നോക്കിക്കോളൂ, എനിക്ക് എന്തരണം? എനിക്ക് ഞാൻ അറിയേണ്ടത് പി സബ് ഷെല്ലിൽ എത്ര മുറികളുണ്ട്. എന്താ ഇക്വേഷൻ? 2l+1 അല്ലെങ്കിൽ 2 ഇൻറ്റു പിന്റെ വില എത്രയാണ്? 0s ആണ്. 1 ആണ് പി. അപ്പൊ 1 +1 2 × 1 2 +1 3 3 മുറികളാണ് പിക്ക് ഉള്ളത്. അതിനോട് ഓർബിറ്റ് എന്ന് വിളിക്കും. മുറികൾക്ക് എന്തുകൊണ്ട് പറയും? ഓർബിറ്റ്. എന്ത് വിളിക്കും? ഓർബിറ്റ്. അപ്പോ എസ് സബ് ഷെല്ലിന് 1 ഓർബിറ്റ്, പി സബ് ഷെല്ലിന് എത്ര ഓർബിറ്റാ? 3 ഓർബിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡി സബ് ഷെല്ലിന് എത്ര ഓർബിറ്റാ? 5 ഓർബിറ്റ്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ KLM എന്ന് പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പർ പറഞ്ഞാലോ SPDF 0 1 2. ഈ നമ്പറാണ് എൽ ഡിനോട്ട് ചെയ്യും. അതാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. എന്താ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? ഓരോ സബ് ഷെല്ലിലും എത്ര മുറികളുണ്ട്, എത്ര ഓർബിറ്റലുണ്ട് എന്ന് പറയാൻ, അതാണ് എന്ത് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. സെറ്റാണ് സർ, മനസ്സിലായി? ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂടാ, ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഓഫീസായി കണക്ട് ആക്കുക. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാല് എന്താണ്? പഞ്ചായത്ത് ഓഫീസാണ് അല്ലേ?
ആറ്റം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് വരെ കണക്ട് ആക്കി. ആ ആറ്റം എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് എന്താണ്? പഞ്ചായത്ത് ഓഫീസാണ്. ഷെല്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ആ ന്യൂക്ലിയസ് ചുറ്റും എന്തുണ്ട്? വാർഡുകളുണ്ട്, ഷെല്ലുകളുണ്ട്, അത് വാർഡാണ്. സബ് ഷെല്ല് പറഞ്ഞ എന്താണ്? ആ വാർഡിൽ വീടുകൾ ഉണ്ടാവുമല്ലോ, ആ വീടുകളാണ് എന്ത്? സബ് ഷെല്ലുകള്. ആ വീട്ടിൽ ഓർബിറ്റുകൾ ഉണ്ടാവും, അതാണ് റൂം. ഒരു എസ് സബ് ഷെല്ലാണെങ്കിൽ അവിടെ എത്ര റൂം ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ റൂമിലല്ലേ ഓരോ ഇലക്ട്രോൺസും കിടക്കുന്നത്? ആ റൂമിലല്ലേ ഓരോ ഇലക്ട്രോൺസും ഇങ്ങനെ കിടക്കുന്നത്? ആ ഇലക്ട്രോൺസ് ആണ് എന്ത്? ഹ്യൂമൻ, മനുഷ്യന്മാര്. അപ്പൊ ഞാൻ അവിടെ ഫസ്റ്റിന്റെ പഞ്ചായത്ത് ഓഫീസിൽ പോവാ, പഞ്ചായത്തിൽ ഓഫീസ് ഉണ്ടാവും, അവിടെ തിരക്കിയാൽ മതി. ഇന്ന വാർഡില് ഇന്ന വീട്ടില് ഇന്ന റൂമിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞുതരും. അത് നമുക്ക് എങ്ങനെ കിട്ടി? നമുക്ക് ഞാൻ അറിയാം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫോർ എന്ന 4ാമത്തെ ഷെല്ലാണ്. 4ാമത്തെ ഷെല്ല് എസ് ആണ്. എസ് പറഞ്ഞ 0 അസിമുതൽ. അവിടെ എന്തുണ്ട്? അവിടെ ആകെ ഒരു റൂമുള്ളൂ, ആ ഒരു റൂമിലുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് 3D കണ്ടു 3D2 എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. ഈ 3D2 അവിടെ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാരാണുള്ളത് ഡിയില്. ആ ഡി ഇവിടെ കിടക്കുന്നത്, ആ ഡി മൂന്നാമത്തെ ഷെല്ലില് ആ മൂന്നാമത്തെ ഷെല്ല് അറിയുമ്പോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയി. ആ മൂന്നാമത്തെ ഷെല്ലിൽ ഡി ഓർബിറ്റർ എന്താണ്? 0 1 2 2 എൽ അസിമുതൽ 2ലാണ് കിടക്കുന്നത്, ഡി ഓർബിറ്റിലാണ്. ആ 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2l+1 അല്ലേ? അപ്പൊ എന്തേ കാര്യം? ആ 2ൽ ആ വീട്ടിൽ എത്ര മുറികളുണ്ട്? അതാണ് എന്താ? 12+2 12+1 എന്താണ്? 12+1 പറഞ്ഞാല് 2 × 2 2 2 4 +1 5 മുറികളുണ്ട്. ആ 5 മുറിയിലെ 2ാമത്തെ മുറിയിലാണ് ആര് കിടക്കുക? ഇവൻ കിടക്കാന്ന് പറഞ്ഞു കൊടുക്കുക. 2 മുറികളിലെ ആളുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലാകുണ്ടോ അല്ലെ? 5 മുറികളുണ്ട്, പക്ഷെ 5 മുറികളില് എത്ര ഉള്ളു? ഇവിടെ ഡിഗ്രി 2 ഉള്ളു. അപ്പൊ 1 2 ഇവിടെ ആൾക്കാരുണ്ട്, ബാക്കി ഫ്രീ ആണ് പറഞ്ഞു കൊടുക്കുക. സർ ഇപ്പൊ മനസ്സിലായി? ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രേ ഉള്ളൂ പ്രിൻസിപ്പളും അസിമുതലും മാഗ്നറ്റിക്കും ക്വാണ്ടം നമ്പർ. ഓക്കെ മക്കൾ എന്ത് ചെയ്യുക? അടിപൊളി പഠിക്കുക. നമ്മൾ ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ക്ലാസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. താഴെ ക്ലാസ്റ്റർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഇട്ടുണ്ട്. മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടുള്ളൂ. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.